തിളങ്ങണമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അഭിഷേക് ശർമ്മ പുറത്താവുകയാണ്. ആസ് എക്സ്പെക്റ്റഡ് വിൽ ജാക്സ് വേഴ്സസ് അഭിഷേക് ശർമ്മ കോൺടെസ്റ്റിൽ തന്നെയാണ് അഭിഷേക് വീഴുന്നത്. ആ ഓവറിൽ 2-4 അടിച്ചിട്ടും അഭിഷേക് ശർമ്മ അവസാനത്തെ പന്ത് മിഡ് വിക്കറ്റിലൂടെ ഒരു 6 അടിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ ബോള് തൂങ്ങി നിൽക്കുകയായിരുന്നു ആകാശത്ത്. ഒരു തരത്തിലും ഡിസ്റ്റൻസ് പോയില്ല, ഷോട്ടിന് പവറും ഇല്ലായിരുന്നു. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ അഭിഷേക് ശർമ്മ അനാവശ്യമായിട്ടുള്ള ഈ ഷോട്ട് മേക്കിംഗ് ഡിസിഷൻസ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും നമ്മൾ കണ്ടതാണ്. സ്ലോവറായിട്ട് എറിഞ്ഞ് പിടിക്കുകയായിരുന്നു. അതേ മിഡ് വിക്കറ്റിൽ തന്നെ സൗത്ത് ആഫ്രിക്ക പിടിച്ച അതേ ഏരിയയിൽ തന്നെയാണ് ഇത്തവണ ഇംഗ്ലണ്ട് കൃത്യമായി ട്രാപ്പ് സെറ്റ് ചെയ്യായിരുന്നു. വിൽ ജാക്സ് ഡീപ്പ് മിഡ് വിക്കറ്റിലേക്ക് ഒരു ഫീൽഡർ ഇറക്കിയിടുന്നു, അവിടേക്ക് തന്നെ ഷോട്ട് പോകുന്നു. വിൽ ജാക്സ് അതിന് മുന്നത്തെ 2 പന്തുകളും അതേ ലെങ്ത്തിൽ എറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ ഫുൾ ടോസ് ആയി മാറി. അത് കൺവേർട്ട് ചെയ്യാൻ ബൗണ്ടറിയിലോട്ട് ഓഫ് സൈഡിലൂടെ കൺവേർട്ട് ചെയ്യാൻ അഭിഷേക് ശ്രമിച്ചു. പക്ഷേ ഇത്തവണ മനഃപൂർവ്വം ലെഗ് സൈഡിലേക്ക് അടിക്കുക എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുന്ന പന്ത് അഭിഷേക് അതേ ട്രാപ്പിൽ വീഴുന്നു. വിനു അഭിഷേക് സ്ട്രോങ് ഓഫ് സൈഡ് പ്ലെയർ, പക്ഷേ ലെഗിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ടുള്ള വിൽ ജാക്സിൻ്റെ ശ്രമം തന്നെയാണ് നടത്തിയത് എന്ന് പറയാം. അതിനിടയിൽ സഞ്ജു സാംസണ് ഒരു നിർണായകമായ ലൈഫ് കിട്ടുന്നു എന്നുള്ളതും കൂടി എടുത്ത് പറയണം. ജോഫ്ര ആർച്ചറിനെ പറ്റി ഇത് കൃത്യമായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ഗെയിം പ്ലാൻ. ജോഫ്ര ആർച്ചറിനെ എറിഞ്ഞ് സഞ്ജു സാംസനെ പുറത്താക്കുക, വിൽ ജാക്സ് കൊണ്ട് എറിയിപ്പിച്ച് അഭിഷേക് ശർമ്മയെ പുറത്താക്കുക എന്നത് തന്നെയായിരുന്നു. 2 പ്ലാനും വർക്കായി എന്ന് വേണം തന്നെ പറയാം. പക്ഷേ ഹാരി ബ്രൂക്ക് ക്യാപ്റ്റൻ തന്നെ ക്യാച്ച് വിടുന്ന ഒരു അവസ്ഥ, ഷോർട്ട് ലോങ് ഓണിലേക്ക് ക്യാച്ച് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഡ്രോപ്പ് ചെയ്യായിരുന്നു ഹാരി ബ്രൂക്ക്. ഒരു പക്ഷേ സഞ്ജുവിന് ഒരു ലൈഫ് കിട്ടുന്നു എന്ന് പറയാം. കഴിഞ്ഞ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഒരു ലൈഫ് അങ്ങനത്തെ ഒരു പരിപാടിയില്ലായിരുന്നു, ഒരു ക്ലീൻ ഇന്നിങ്സ് ആയിരുന്നു. പക്ഷേ ഇത്തവണ നമ്മൾ ആക്രമിച്ച് കളിക്കുന്ന സഞ്ജു സാംസണെയാണ് കാണുന്നത്. ആദ്യത്തെ 13 പന്തിൽ തന്നെ 30 റണ്ണ് അടിച്ചു കൂട്ടുന്നു. വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഒട്ടാകെ സഞ്ജു എന്ന് വിളിക്കുന്നത് കാണാം. ചെപ്പോക്കിൽ മാത്രമല്ല, എനിക്ക് വാങ്കഡയിലും ഉണ്ട് പിടി എന്ന് പറയുന്ന പോലെ സഞ്ജുവിൻ്റെ പേര് ചേട്ടാ എന്നും സഞ്ജു എന്നും ഗാലറിയിലുടനീളം വിളിക്കുന്നതും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അത് ആ വെസ്റ്റ് ഇൻഡീസിൽ നിന്നും എവിടെയാണോ അവസാനിപ്പിച്ചോ അതിൽ നിന്നും കണ്ടിന്യൂ ചെയ്യുന്ന സഞ്ജുവിനെ നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിക്കും. ഹൈ ഓൺ കോൺഫിഡൻസ്. ജോഫ്ര ആർച്ചറിനെയൊക്കെ ഫൈൻ ലെഗിലൂടെയൊക്കെ 6 പുള്ള് ചെയ്യുന്ന കാഴ്ചയൊക്കെ കണ്ടു. കൃത്യമായി ബോഡി ലൈനിൽ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ജോഫ്ര ആർച്ചർ, അതനുസരിച്ച് കളിക്കുന്ന സഞ്ജു. പക്ഷേ ആ ഒരു ഷോട്ട് ഹാരി ബ്രൂക്ക് കൊടുത്ത ഒരു ലൈഫ് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ സഞ്ജുവിന് സാധിക്കുമെന്നുള്ളതും വളരെ നിർണായകമായ ചോദ്യമാണ്. പക്ഷേ അഭിഷേക് സെയിം മിസ്റ്റേക്ക് തന്നെയാണ് നടത്തുന്നത്. അതെങ്ങനെയാണോ ഇംഗ്ലണ്ട് സെറ്റ് ചെയ്ത് വെച്ച ട്രാപ്പിൽ വീഴുന്നു, കൃത്യമായി ഇംഗ്ലണ്ട് പഠിച്ച് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് ഈ മത്സരം കാണുന്ന തുടക്കത്തിൽ തന്നെ മനസ്സിലാവും. പക്ഷേ അത് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഞ്ജു ശ്രമിക്കുന്നുണ്ട്. അഭിഷേക് തുടക്കത്തിൽ തന്നെ വീണ് പോകുന്നൊരു കാഴ്ച. കഴിഞ്ഞ മത്സരത്തിൽ 10 റണ്ണായിരുന്നെങ്കിൽ ഈ മത്സരത്തിൽ 9 റണ്ണിന് പുറത്താവുകയും ചെയ്യുന്നു. അഭിഷേക് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാൻ അനുസരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കളിക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ആസ് എ ഹോൾ പവർ പ്ലേ ഒരു ഫ്ലൈയിങ് സ്റ്റാർട്ട് ഇന്ത്യക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ പ്രതീക്ഷിച്ച പോലെ വിക്കറ്റ്ലെസ് അല്ലാതെ ഇന്ത്യ തുടരുന്നില്ല ബിക്കോസ് ഓഫ് അഭിഷേക് ശർമ്മസ് മിസ്റ്റേക്ക്. പക്ഷേ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിക്കുമോ ഇന്ത്യക്ക് എന്നുള്ളത് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.